നല്ല പടമായിരുന്നു, ഹ്യൂമറായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഈ ഹൊറർ അങ്ങനെ ഒരു പേടിപ്പിക്കുന്ന ഹൊററല്ല, ഹ്യൂമറും ഹൊററും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം ഐസൊലേഷനയുടെ ഒരു ക്യാരക്ടർ കൂടിയാണ്. അതെങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാം, നല്ല പടമാണ്, കുറ്റപ്പറയുന്നത്. ഷറഫുദ്ദീനെ കണ്ടിട്ട് കുറയല്ലേ? ഷറഫുദ്ദീനെ ഹ്യൂമർ അല്ലേ പടം. ഫസ്റ്റ് ഹാഫ് മൊത്തം ഹ്യൂമർ, പിന്നെ സെക്കൻഡ് ഹാഫ് ഒരു ഹൊററും ചെറിയൊരു കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു എന്റർടൈനറാണ്. കുട്ടികളായിട്ടൊക്കെ വന്ന് കണ്ടുപോകാൻ പറ്റുന്നൊരു എങ്ങനെയുണ്ട് സിനിമ? നല്ല അടിപൊളി പടമായിരുന്നു. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. ഐസൊലേഷനും ഷർഫുദ്ദീനൊക്കെ ഭയങ്കര എന്താ പറയുക, വേറെ ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടർ. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കര മസ്റ്റാണ്. കോമഡി മൂവിയാണ്. വർക്കായി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഈ ഐസൊലേഷനയുടെ ഒരു കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷമുള്ളൊരു സിനിമ കൂടിയാണ്. അപ്പോൾ ഇതിന് ശേഷം സിനിമ കിട്ടില്ല എന്നുള്ളൊരു പറഞ്ഞിരുന്നു. അങ്ങനെ എന്തെങ്കിലും ആ അഭിനയത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിരുന്നു? അയ്യോ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഐശ്വര്യക്ക് അറിയാലോ, നല്ലൊരു ആക്ട്രസ് ആണ്. അപ്പോൾ നന്നായി ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഷറഫുദ്ദീൻ ഐശ്വര്യലക്ഷ്മി കോംബോ ഒക്കെ? അയ്യോ, അത് അടിപൊളിയായിരുന്നു. ഭയങ്കര ആ കോമഡിയും അവരുടെ കെമിസ്ട്രി ഭയങ്കരമായിട്ട് വർക്കൗട്ടായി. സിനിമ കണ്ട സിനിമ കണ്ട വന്നൊരു ഫാന്റസി മൂവിയാണ്. ഐ ഹോപ്പ് ഇറ്റ് വർക്ക്. നമുക്കൊക്കെ വർക്ക് ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ട്. കോമഡി എലമെന്റ്സ് ഒക്കെ തിയേറ്ററിൽ നന്നായിട്ട് വർക്കായിരുന്നു. അതെ, തിയേറ്ററിൽ ചിരി വീഴുന്നുണ്ട്. പിന്നെ ബാക്കി ഷറഫുദ്ദീൻ ഐശ്വര്യയുടെ ഒരു കോമ്പിനേഷൻ നമുക്ക് ശരിക്കും വർക്കായിട്ടുണ്ട്. അത് എനിക്കൊന്നും അവരാദ്യമായിട്ടാണ് പെയറായേക്കുന്നത്. അവരുടെ റൊമാൻസ് ആണെങ്കിലും അതെ, കോമഡി ആണെങ്കിലും അതെ. ജോമോനുണ്ട്. പോയി കാണും, കണ്ടിട്ട് പറയും. ഫാമിലി എന്റർടൈൻമെന്റ് കൂടിയാണ്. അതെ തീർച്ചയായിട്ടും. മികച്ച മിക്സ് കംപ്ലീറ്റ് പാക്കേജ് കൊടുക്കാനാണ് ശ്രമിച്ചേക്കുന്നത്. അത് അതിൻ്റെ വിജയം കണ്ടെത്തിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് ഷോയിലെ കഴിഞ്ഞുള്ളൂ, ബാക്കി നമുക്ക് കേൾക്കാം. നല്ല സിനിമയാണ്. നല്ല പടം. തിയേറ്ററിൽ വന്ന എക്സ്പീരിയൻസ് ആണ് ഭയങ്കര കിട്ടുന്നത്. ഐസൊലേഷനയുടെ ഒക്കെ ക്യാരക്ടർ എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര നല്ലതായിട്ട് ഷർഫുദ്ദീൻ ഇതുവരെ നമ്മൾ കാണാത്ത ഒരു ക്യാരക്ടറിനെ കണ്ട് ഭയങ്കര കിട്ടുന്നത്. അടിപൊളിയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുമോ സിനിമ? നമുക്ക് പറയാനുള്ളത് കോമ്പിനേഷൻ ഷറഫുദ്ദീൻ ആൻഡ് ഐശ്വര്യലക്ഷ്മി വണ്ടർഫുൾ. ഞാൻ ഒരുപാട് സിനിമകൾ കണ്ട് അങ്ങനെ OTT മെയിനായിട്ട് കാണാറുണ്ടായിരുന്നത്. തിയേറ്ററിൽ വെച്ച് കണ്ടതിൽ ഷറഫിൻ്റെ വേറൊരു പിക്ചർ. കാരണം നമ്മൾ ഇതുവരെ കണ്ടുള്ള പ്രേമം പോലെ കണ്ടിട്ടാണെങ്കിൽ ഒരു കോമഡി ആ ഫീൽ അല്ലേ. പക്ഷെ ഇതിനകത്തൊരു കംപ്ലീറ്റ് ഹീറോ, ആക്ഷൻ, കോമഡി, ഫാമിലി ഓറിയൻറ്റഡ്, നല്ല സ്റ്റോറി, എക്സൈറ്റ്മെൻറ്റ് എല്ലാം തന്നെ കാണാൻ പറ്റി. വണ്ടർഫുൾ ഫിലിം. നല്ല ഹൊറർ എലമെൻ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് പോലത്തെ ഒരു ഹൊറർ എലമെൻ്റ് അല്ല. ത്രൂ ആയിട്ട് നമ്മൾ എക്സൈറ്റ് ചെയ്ത് നിർത്തിക്കുന്ന ഒരു സാധനം. സോങ്സ് ആൻഡ് എവറിത്തിങ് വാസ് സൂപ്പർ. പ്രേക്ഷകരുടെ കൂടെ സിനിമ കണ്ടപ്പോൾ എന്ത് തോന്നി? അതെ, ഞാൻ അവിടെ പറഞ്ഞായിരുന്നു. ഫസ്റ്റ് ഷോ ആണ്. ഫസ്റ്റ് ഷോയിൽ ഇപ്പോൾ നമ്മൾ ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും ഉണ്ട്. അപ്പോൾ ആക്ച്വലി ഓഡിയൻസിൻ്റെ കുറച്ച് ഷോസും കൂടെ കഴിഞ്ഞതിന് ശേഷം ആക്ച്വൽ റെസ്പോൺസ് എന്താണെന്ന് അറിയുള്ളൂ. ഇവിടെയുള്ള റെസ്പോൺസിൽ വളരെ ഹാപ്പിയാണ്. എനിക്കും ഞാനിതിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും സന്തോഷമുണ്ടായിരുന്നു. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബാക്കി ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. ഈ ഷറഫുദ്ദീനായിട്ടുള്ള കോംബോ തിയേറ്ററിൽ വർക്കായി തോന്നുന്നുണ്ടോ? നിങ്ങളല്ലേ പറയേണ്ടത്, ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. കോമഡിയൊക്കെ പ്രേക്ഷകരുടെ കൂടെ ഒന്നിപ്പോൾ ചിരിക്കുന്നതായിട്ട് ഈ കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം ഇപ്പോൾ സിനിമ കിട്ടത്തില്ല അല്ലെങ്കിൽ ഒരു പേടി ഉണ്ടായെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു പേടി ഈ സിനിമ കണ്ടുകഴിഞ്ഞ് പ്രേക്ഷകർക്ക് മാറ്റം തോന്നുന്നുണ്ടോ? അത് ആദ്യത്തെ ഷോയിലെ കഴിഞ്ഞുള്ളൂ. സമയം ഭയങ്കര സന്തോഷമുണ്ടല്ലോ. ചെയ്തത് ആണോ? എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകരോട്? കുറേ നാളിന് ശേഷം നല്ലൊരു കോമഡിയാണ്. കുറേ നാൾക്ക് ശേഷം നല്ലൊരു സിനിമയാണ്. കോമഡി ചിരിച്ചു. ഷറഫുദ്ദീനൊക്കെ മറ്റേ പ്രേമത്തിലൊക്കെ ചിരിപ്പിച്ചത് ചിരിയുണ്ടല്ലോ, ആ സാധനം കിട്ടിയോ? പടം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളല്ലേ. ആ ഹൊറർ എലമെന്റിലൊക്കെ പേടിച്ചോ? അല്ല, ഞെട്ടി എവിടെയെങ്കിലും?
പ്രേതം ശരിക്കും വരുമെന്നൊക്കെ പറയുന്നുണ്ട്, ശരിക്കും വരുന്നുണ്ടോ? അത് മൊത്തത്തിൽ പറയാൻ പറ്റില്ലല്ലോ. ഈ സൗണ്ട് ചെയ്ത ആളാലോ അല്ലേ? ഒന്ന് കയറിക്കോ. ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പാടിയതാണ്, കുറേ പേരുള്ള ടീമാണ്. ഞങ്ങൾ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പാടിയത്. ഈ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ജംസ് കേസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഇത് ഇത്തരം പടങ്ങളിലൊക്കെ. ജംസ് കേസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഇത്തരം പടങ്ങളിലൊക്കെ. അതെങ്ങനെയുണ്ടായിരുന്നു? അത് നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ മനസ്സിലാവും, അത് എഫക്റ്റിന് വേണ്ടി അത് ആവശ്യമാണ്. അതെങ്ങനെയുണ്ടായിരുന്നു? വർക്കൗട്ട് ചെയ്ത് ചലഞ്ചിങ് ആയിരുന്നോ? ഭയങ്കര ഇഷ്ടമായി, മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. സുജാത ചേച്ചി പാടിയിട്ടുണ്ട്. കുറേ നാൾ കൂടി സുജാത ചേച്ചി പാട്ട് കേട്ടിട്ടുണ്ട്. ഒരു അടുത്തൊരു 100 കോടി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? പറഞ്ഞോ.